السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الكاملين برضا الله. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد وصل على جميع الأنبياء والمرسلين وآل كل من الصحابة وملائكة الكرام أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يلفظ من قول إلا لديه رقيب عتيد. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. عن معاذ بن جبل رضي الله تعالى عنه قال قلت يا رسول الله وإنا لمؤاخذون بما نتكلم به فقال ثقلتك أمك يا معاذ فهل يكب الناس في النار على وجوههم إلا حصائد ألسنتهم. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന അടിമകളായി നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ റമളാൻ അനുഗ്രഹത്തിൻ്റെ 10 നമ്മിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുകയാണ്. ഈ റമളാനിൽ പകലന്തിയോളം നാം നോമ്പുകാരാണ്. ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇബാദത്തുകളിൽ മുഴുകി കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ പ്രീതി മാത്രമാണ് നമ്മൾ ആശംസിക്കുന്നത്. അവൻ നൽകാമെന്നേറ്റ വർദ്ധിച്ച പ്രതിഫലം അത് കരഗതമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നാം നോമ്പുകാരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോൾ ആഹാരപാനീയങ്ങൾ മാത്രമാണോ നമ്മൾ വർദ്ധിക്കേണ്ടത്? അതല്ല, നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നിയന്ത്രണ വിധേയമാക്കപ്പെടേണ്ടതുണ്ടോ എന്നുകൂടി നമ്മളുടെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പലപ്പോഴും സൂക്ഷ്മമായ വിധത്തിൽ നോമ്പും മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളും നിർവഹിക്കുമ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായി ഒന്നുണ്ട്. അത് നമ്മുടെ നാവാണ്. ആ നാവ് പലപ്പോഴും അരുതായ്മകൾ പറയുകയോ അരുതായ്മകൾ ശ്രദ്ധിച്ചുകൊണ്ട് അതൊന്ന് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ കൂടുതൽ സാധ്യത ഏറിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുന്നതായി കാണാം, ഇദാ സുംത ഫൽയസും സമക വബസറുക വലിസാനുക അനിൽ കദിബ്. നീ നോമ്പുകാരനാണെങ്കിൽ നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും വലിസാനുക നിന്റെ സംസാരവും അനിൽ കദിബ് കളവ് പറയുന്നതിൽ നിന്ന് നീ നോമ്പുകാരനാവണം. കേവലം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് അവൻ്റെ ചിന്തയിലും അവൻ്റെ നോട്ടത്തിലും അവൻ്റെ സംസാരത്തിലും അവൻ്റെ കാഴ്ചയിലുമെല്ലാം നോമ്പ് പരിപൂർണമായി പ്രതിഫലിക്കണം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞതായി കാണാം, നോമ്പ് എന്നാൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, നോമ്പെന്നാൽ മോശമായതും അതുപോലെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കലാണ്. അവിടുന്ന് പറയുന്നു, അല്ലയോ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. തീർച്ചയായും നാവാകുന്ന പാമ്പ് നിന്നെ കടിക്കാതിരിക്കട്ടെ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നാവ് കൊണ്ട് അവൻ പറയുന്നത് അത് നന്മയുള്ള സംസാരമല്ലെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളുമാണെങ്കിൽ, മറ്റുള്ളവരെ അപഹാസ്യപ്പെടുന്ന തരത്തിലുള്ളതാണെങ്കിൽ
അവരെക്കുറിച്ച് കളവ് പറയുന്നതാണെങ്കിൽ, പരദൂഷണം പറയുന്നതാണെങ്കിൽ, ഏഷണി പറയുന്നതാണെങ്കിൽ എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നു മാത്രമല്ല അവന്റെ നോമ്പിന്റെ പവിത്രത ഇല്ലാതാക്കി കളയുന്നതുമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്ന് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും മറ്റു മുഅ്മിനീങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ വെച്ച തട്ട് താഴ്ന്നു തന്നെയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അത്രത്തോളം മഹാനായ സൂക്ഷ്മമായി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി എല്ലാ അവസരത്തിലും കൂടെ നടന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച, അദ്ദേഹത്തിന്റെ നാവ് പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ട് ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, എന്താണ് അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ قال أبو بكر الصديق رضي الله تعالى عنه പറഞ്ഞു, إن هذا عرض الموارد, അപകടകരമായ എല്ലാത്തിലേക്കും എന്നെ വലിച്ചു കൊണ്ടുപോയി നാശത്തിലാക്കിയത് ഈ ഒരു അവയവമാണ് എന്ന് പറഞ്ഞ് മഹാനവർ കരയുകയാണ്. നോക്ക് നിങ്ങൾ, ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിട്ടും തൻ്റെ നാവ് അപകടത്തിലേക്ക് ചെല്ലുന്നു എന്ന് വളരെയേറെ ഭയപ്പെട്ടിട്ടാണ് മഹാനവറുകളെ പോലുള്ള പൂർവസൂരികളായ പണ്ഡിതന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലും അല്ലാഹു നമ്മളെ ശിക്ഷിക്കുമോ? ഫഖാല ഫലതക ഉമ്മുക യാ മുആദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹൽ യകുബുൻ നാസു നാരി അലാ വജൂഹിഹിം ഇല്ലാ ഹസാദി അൽസിനതിഹിം, മനുഷ്യനെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് അവന്റെ നാവ് പ്രവർത്തിച്ചതല്ലാതെ മറ്റെന്താണ്? ഈ നിലയ്ക്ക് നാവിനെ സൂക്ഷിക്കൽ വളരെയേറെ പ്രാധാന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു അവസരം കൂടിയാണ്. നാവ് കൊണ്ട് വലിയ അപകടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. നോമ്പുകാരായിരിക്കുമ്പോഴും പലപ്പോഴും അരുതാത് പറഞ്ഞ് നല്ലത് പറയാൻ മെനക്കെടാതെ മോശം മാത്രം പറഞ്ഞുകൊണ്ട് അവൻ നോമ്പുകാരനാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്തൊരു സംസാരം സംസാരിച്ചാലും ആ സംസാരമെല്ലാം രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ പവിത്രത അത് നാവിന്റെ ദൂഷ്യം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടരുത്. നാവ് പറയുന്നത് നമ്മുടെ നോമ്പിനെ ഫസാദാക്കി കളയരുത്. നാവ് കൊണ്ട് അരുതാത്തത് പറയാൻ നാം ശ്രമിക്കരുത്. എന്തു പറയുന്നുവെങ്കിലും ആ പറയുന്നത് അതുകൊണ്ട് എന്താണ് സംഭവിക്കാനുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി ആലോചിച്ചുറച്ച ശേഷമേ സംസാരിക്കാൻ പാടുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി ഫൽയഖുൽ ഖൈറാ ഔ യസ്മുത്, ആരെങ്കിലും അന്ത്യദിനത്തെയും അല്ലാഹുവിനെയും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, ഔ യസ്മുത് അല്ലെങ്കിൽ ഉണ്ടാതിരുന്നുകൊള്ളട്ടെ. വളരെ ഗൗരവമായ ഉണർത്തലാണ്. കാരണം മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാൻ, മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമാക്കി കളയാൻ, പരലോകത്ത് വരുമ്പോൾ ആഖിറത്തിൽ മഹ്ശറയിൽ ജനങ്ങളെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആ വിചാരണയിൽ മറ്റുള്ളവർ നമ്മെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് നാം പറഞ്ഞ അപവാദങ്ങൾ അവർ ഏറ്റുപറഞ്ഞ് ആ അപവാദങ്ങൾക്കെല്ലാം പകരമായി നമ്മുടെ സൽക്കർമ്മങ്ങൾ അവർ പിടിച്ചെടുക്കുകയും പാപ്പരായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുവായി ജീവിക്കണമെന്നുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇടപെടൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരം ഇതെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയണം. അല്ലാഹു അതിലേക്ക് വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.